അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു മനോഹരമായ അവരുടെ ചരിത്രത്തെ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട്. വളരെ മനോഹരമാണ്, അതിശയോക്തി നിറഞ്ഞതാണ്, അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് എല്ലാ ചരിത്രങ്ങളും. ഒന്നു മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെറിയ പ്രായത്തിൽ ബഹുമാനപ്പെട്ടവർ നടന്നു പോകുമ്പോൾ കുറെ സ്വാലിഹീങ്ങളെ കാണുകയാണ്. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും സ്വാലിഹീങ്ങളാണ്, ഉള്ളുകൊണ്ടും അവർ 100% സ്വാലിഹീങ്ങളാണ്. ആഡംബര വേഷഭൂഷാദികളൊന്നും നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ഈമാനിന്റെ മനോഹാരിതയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വലിയ സംഘത്തെ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുമ്പോൾ അല്ലാഹുവിലുള്ള വലിയ ഭയം കൊണ്ട് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നരവീണ ദാടിരോമത്തിലൂടെ ഒഴുകി വീടുന്ന ഒരു വലിയ സംഘത്തെ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോൾ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? അവർ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്, അള്ളാഹുവിനോടുള്ള താല്പര്യം കൊണ്ട് ഓർക്കുമ്പോഴൊക്കെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. കുഞ്ഞുകുട്ടിയായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ പതിഞ്ഞുപോയ വാക്കുകളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ 15ാമത്തെ വയസ്സുവരെയും മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കരയാൻ തുടങ്ങി. ചെറിയ കുട്ടിയായ കളിയുടെയും ചിരിയുടെയും ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും സ്വാഭാവിക പ്രായമായ ആ സമയത്ത് പോലും അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടും പടച്ച റബ്ബിനോടുള്ള ഖൗഫ് കൊണ്ടും യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അത്രേ. സമപ്രായക്കാരായ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികൾ കളിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോ, ആഘോഷ രാവുകൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുമായിരുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ പടച്ചിരിക്കുന്നത് നിങ്ങളോടൊപ്പം കളിച്ചു ചിരിച്ചു നടക്കാനല്ല എന്ന കുഞ്ഞുകുട്ടിയുടെ അത്ഭുതം നിറഞ്ഞ വർത്തമാനം യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമായിരുന്നു. ഒരു ദിവസം യഹ്യാ നബി അലൈഹിസ്സലാമിനെ കാണാനില്ല വീട്ടിൽ, എവിടെയോ ഇറങ്ങിപ്പോയി. ഇന്നത്തെ പ്രിയപ്പെട്ട മക്കൾ ലഹരി തലയ്ക്ക് പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല, തന്റെ പ്രിയപ്പെട്ട കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ സ്വാധീനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല. മാതാപിതാക്കളുടെ ശകാരശരങ്ങൾ കേട്ടിട്ട് സഹിക്കാനാകാതെ അവരോട് വെല്ലുവിളി നടത്തിയിട്ട് കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കോഴിക്കോടുള്ള കരീറ്റിപ്പറമ്പിലുള്ള ഈങ്ങാപ്പുഴയിലുള്ള കൊടുവള്ളിയിലുള്ള താമരശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട മക്കളെ പോലെയല്ല. അല്ലാഹുവിനോടുള്ള ഖൗഫ് കൊണ്ട് വീട്ടിന്റെ അകത്തിരുന്നിട്ട് സമാധാനം നഷ്ടപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിപ്പോയിരുന്നു. വീട്ടിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടിട്ട് നടക്ക തന്നെ. മുസാഫിരീങ്ങൾ ഇങ്ങനെ പോണതെന്താ? മസ്തു ബാധിച്ചവർ ഇങ്ങനെ പോകുന്നത് എന്താ? ഒരു സ്ഥലത്ത് ഇരിക്കാതെ, അവർക്ക് ഇരിപ്പുറയ്ക്കൂല. CM മടവൂര് എത്രയോ കാലം എവിടെയൊക്കെയോ പോയിരുന്ന് കാടും മലയും ഒക്കെ താണ്ടി. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ വനാന്തരത്തിന്റെ ഉള്ളറയിൽ വർഷങ്ങളോളം ചെലവഴിച്ചു. എന്ത് കഴിച്ചു, എന്ത് കുടിച്ചു ഒന്നും ആർക്കും അന്നും അറിയില്ല, ഇന്നും അറിയില്ല. അതെങ്ങനെയാണ്? അല്ലാഹുവിലേക്കുള്ള ഒരു പ്രത്യേകമായ ഖൗഫ് വന്നാൽ, അചഞ്ചലമായ വിശ്വാസത്തിന്റെ മധുരം നിറഞ്ഞ സ്നേഹം വന്നാൽ പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ തോന്നില്ല. ആരെയും ശല്യപ്പെടുത്താതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു യാത്ര എങ്ങോട്ട് പോകും. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ പ്രായത്തിലാണ് ആ യാത്ര ചെയ്തത്. മാതാപിതാക്കൾക്ക് ആശങ്കയായി, പ്രിയപ്പെട്ട മാതാപിതാക്കൾ വേദനയിലായി, വിഷമത്തിലായി. പലരോടും അന്വേഷണം നടത്തി, പല സ്ഥലത്തും യാത്രകൾ ചെയ്ത് ഒടുവിൽ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജോർദാൻ നദിയുടെ ഭാഗത്ത് തളർന്നു കിടക്കുന്നതായിട്ട് കണ്ടെത്തി. കയ്യിൽ കുറച്ച് വെള്ളവും കൊണ്ട് വേദനയോടെ പ്രസവിച്ച ഉമ്മയും തന്റെ പ്രിയപ്പെട്ട ഉപ്പയും തന്റെ കുടുംബവും ഒക്കെ ഓടിച്ചെന്ന് പൊന്നുമോന് വെള്ളം കൊടുത്ത് സമാധാനിപ്പിക്കുമ്പോൾ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ലാ അദൂഖു ബാരിദ ശറാബ്
ലാ അദൂഖു ബാരിദ ശറാബ് ഹത്താ അലമു ഐന മകാനി മിങ്ക. അല്ലാഹുവേ പടച്ചവനെ, നാളെ നിന്റെ ഭാഗത്ത് എനിക്ക് എന്ത് സ്ഥലമാ നീ തരുന്നത്? നിന്റെ പ്രദേശത്ത് നിന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് നേട്ടമാ നീ തരുന്നതല്ലാ എന്നറിയാതെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല റബ്ബേ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇല്ല പടച്ചവനെ, ഒരിറക്ക് തണുത്ത വെള്ളത്തിന്റെ തെളിനീരന്റെ ഹൃദയാന്തരത്തിലേക്ക് എന്റെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഞാൻ ഇറക്കില്ല. എനിക്കറിയണം പടച്ചവനെ, ഞാൻ മരണപ്പെട്ട ഖബറിൽ വന്നാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്റെ പരലോകത്തേക്ക് എന്നെ പിടിച്ചു നിർത്തിയാൽ അവിടെ എനിക്ക് തരുന്ന സ്ഥാനമറിയാറ് എനിക്ക് ഈ തണുത്ത വെള്ളം വേണ്ടെന്ന് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ, കരീറ്റിപ്പറമ്പിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നഷ്ടപ്പെട്ടു പോയോ ആ പരലോകത്തിന്റെ ഭയാനകരമായ ചിന്ത? നഷ്ടപ്പെട്ടു പോയോ? യാസീൻ ഓതിക്കൊണ്ടിരുന്ന പഴയകാലത്തിന്റെ ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയത്ത് കോഴിക്കോട്ട് കരീറ്റിപ്പറമ്പിലെ പ്രിയപ്പെട്ട ഉമ്മ അസുഹാബനും ഇങ്ങനെ യാസീന്റെ ഇടയ്ക്ക് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞിരുന്ന ഉമ്മ, വീട്ടിന്റെ അകത്ത് മൗലിദ് പാരായണം നടക്കുമ്പോ, വീട്ടിന്റെ അകത്ത് മക്കൾ ഖുർആൻ ഓതുമ്പോ, അള്ളാന്റെ പള്ളി മിനാരത്തിലൂടെ ബാങ്കിന്റെ മനോഹരമായ മധുരമൊഴികൾ മുഴങ്ങുമ്പോ അതുപോലും കേട്ടിട്ട് ഈമാനിന്റെ കണ്ണുനീർ തുള്ളികൾ കണ്ടടത്തിലൂടെ ഒഴുകിയിരുന്ന എന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിലേക്കുള്ള അചഞ്ചലമായ ഭയത്തിലേക്ക് മടങ്ങി വരൽ അനിവാര്യമായിരിക്കുകയാ. മഹാരഥന്മാര് മുഴുവനും കരഞ്ഞത് അവര് പാപഭാരങ്ങളെ എടുത്തുവെച്ചത് കൊണ്ടല്ല, പർവ്വത സമാനമായ തെറ്റുകുറ്റങ്ങൾ കൂട്ടിവെച്ചത് കൊണ്ടല്ല, ഉഹുദ് മലയുടെ താഴ്ഭാഗത്ത് മെലിഞ്ഞുണങ്ങി നിന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിക്കുകയാണ്, ആരാണെന്നറിയാതെ ദൂരത്തിരുന്ന് ഞാൻ ഓടി വന്നതാണ്, ആരാണ് മലയുടെ ചുവട്ടിൽ നിൽക്കുന്നതെന്നറിയാതെ ഓടി വന്നതാണ് അബൂബക്കറേ, പക്ഷേ നിന്നെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു അബൂബക്കറേ, നിനക്കെന്തേ സംഭവിച്ചു പോയത്? ഈ പാതിരാവിന്റെ യാമത്തിൽ ഉഹുദ് പർവ്വതത്തിന്റെ ചുവട്ടില് ഇങ്ങനെ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുമ്പോ ആ വെള്ളത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അതിനേക്കാൾ കണ്ണുനീരിങ്ങനെ ഒഴുക്കി വിടുന്ന അബൂബക്കറേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, ജുദുബിലുതുഫിക യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ, ഒരു തെറ്റുപോലും ചെയ്യാത്ത അബൂബക്കറേ, നിനക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും അല്ലാഹു തുറന്നു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ, സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് പറയുന്ന, ഉമറേ, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല ഉമറേ, ഖബറിലേക്ക് കൊണ്ടുപോകാൻ നല്ല അമലില്ല ഉമറേ, പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ കിതാബ് നോക്കുമ്പോ നല്ല അമല് കാണില്ല ഉമറേ, നന്മതിന്മ തൂക്കി നോക്കുമ്പോ നല്ല അമല് കാണില്ല ഉമറേ. അത് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നേരം പുലർന്ന് കരീറ്റിപ്പറമ്പിലെ വീട്ടിന്റെ അകത്തിരുന്ന് പുറത്തിറങ്ങിയ കണ്ണുകൊണ്ട് കാണുന്ന എത്രയോ തെറ്റുകളും തെമ്മാടിത്തരങ്ങളുമാ, കാതുകൊണ്ട് കേൾക്കുന്ന എത്രയോ അനാവശ്യങ്ങളും അനാശാസ്യങ്ങളുമാ നിന്റെ ഹൃദയാന്തരത്തിലേക്ക് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ കുന്നുകൂടുന്ന നൂറുകണക്കിന് ചിന്തകളിൽ എത്രയോ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പൊരുത്തപ്പെടാത്ത ചിന്തകളുണ്ട്. എന്റെ പൊന്നുമോളെ, നിങ്ങൾക്ക് ശംസുൽ ഹുദാ കോളേജ് ഒരുക്കി തന്നിരിക്കുന്ന വിശാലമായ പറമ്പത്ത് നിറഞ്ഞിരിക്കുന്ന എന്റെ പൊന്നാര പെങ്ങളെ, ഇന്ന് വരെ ചെയ്തു പോയ പാപങ്ങളുടെ ഭാരമോർത്തിട്ട് ഒരു തുള്ളി കണ്ണീര്, ഒരിറ്റ് കണ്ണീര് നിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടങ്ങനെ കരയാൻ പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അങ്ങോട്ട് എണ്ണി എണ്ണി പറന്ന് കരയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ കരയുമ്പോ, പാപത്തിന്റെ പരിസരത്ത് പോലും പോകാത്ത അല്ലാഹുവിന്റെ മുത്തുനബിയുടെ സഹാബത്ത് കരയുമ്പോ, പാപത്തിന്റെ അയൽവക്കത്ത് പോലും കടന്നു പോകാത്ത താബീങ്ങൾ കരയുമ്പോ, എന്തിനേറെ ഇൽമിന്റെയും അദബിന്റെയും അറിവിന്റെയും താഴികക്കുടങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പുത്തമ്പാദികളുടെ നെഞ്ചക്കത്തകത്തേക്ക് സമർപ്പിച്ചിട്ട് പോയ മഹാനാര ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദഹു അവരുകളെ പോലെ ഒരു കറാഹത്ത് പോലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ഈ അടുത്ത സമയത്ത് പോലും നമ്മുടെ മുമ്പിൽ അല്ലാഹുവേ അത്തിപ്പറ്റയിലൂടെയും നല്ല മലബാറിലൂടെയും നല്ല കേരളത്തിലൂടെയും നല്ല അൽ ഐൻ എന്ന് പറയുന്ന വർഷങ്ങളോളം ജീവിച്ച വിദേശ രാജ്യത്തിന്റെ ആ പരിശുദ്ധമായ മണ്ണിന്റെ മുകളിൽ പോലും ഇഴഞ്ഞു പോകുന്ന ഒരു കുഞ്ഞുറുമ്പിനെ പോലും പിണക്കാതെ ജീവിച്ച മഹാനാര ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ളവരൊക്കെ തഹജ്ജുദിന്റെ സമയത്ത് പൊട്ടിക്കരയുമ്പോ, പാതിരാ സമയത്ത് പൊട്ടിക്കരയുമ്പോ, നിസ്കാരത്തിൽ പൊട്ടിക്കരയുമ്പോ, ഖുർആനോദി പൊട്ടിക്കരയുമ്പോ, സാധാരണയിൽ സാധാരണക്കാരായ പാപക്കറകൾ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ട് ഹൃദയം ഇങ്ങനെ മലീമസമാകുന്ന മൃഗീയമായ ജീവിതത്തിലേക്ക് അടുക്കും തോറും ഹൃദയം പൊട്ടിത്തകരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കരയാ സമയമില്ലാത്ത, ദുആ ചെയ്യാ സമയമില്ലാത്ത, അല്ലാഹുവിനെ ഓർക്കാ സമയമില്ലാത്തവരായി അതപ്പതിക്കുമ്പോ മടങ്ങി വരണേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് കണ്ണുനീരോടെ രേഖപ്പെടുത്തി വെച്ചതുപോലെ, പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുക്കുന്നതാ, റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. അല്ലാഹുവിനെ പേടിച്ച് പാപികൾ ഇങ്ങനെ കരയുന്നത് അല്ലാഹുവിന്റെ കോപം നിയന്ത്രിക്കുന്നതിന് കാരണമാണ്. അല്ലാഹുവിനെ പേടിച്ചിട്ട് തെറ്റ് ചെയ്തു അല്ലാഹുവിനെ പേടിച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ കരയുന്നത് അല്ലാഹുവിന്റെ കോപം അടക്കി നിർത്തുന്നതിനൊരു കാരണമാണ്. പടച്ചോന്റെ കോപം വന്ന് നമ്മൾ എങ്ങനെ സഹിക്കും? കേവലം ഒരു മുല്ലപ്പെരിയാറിന്റെ വിഷയം യൂട്യൂബിലൂടെയും മൊബൈൽ കയ്യിൽ വെച്ച് നിരന്തരമായി അതിന്റെ ഭയപ്പെടുത്തുന്ന വർത്തമാനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ മനസ്സിങ്ങനെ വല്ലാത്ത ആശങ്കയിൽ വരൂലേ? കേവലം ഒരു പ്രദേശത്തെ കുറച്ച് ജീവിതത്തിന്റെ നഷ്ടപ്പെടൽ, കുറച്ച് സുഖസൗകര്യങ്ങളുടെ വിടപറയിലുണ്ടാകുമോ എന്ന ചിന്തയാണ് അങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നതെങ്കിൽ ഇതൊരു നശ്വരമായ ലോകമാണ്, ശാശ്വതമല്ല. ഇവിടെ ആർക്കും ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ അത്തിപ്പറ്റ ഉസ്താദിനെ മരണപ്പെടാൻ നമ്മൾ സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറയാൻ നമ്മൾ സമ്മതിക്കോ? മുത്തായി സൂക്ഷിച്ചവരല്ലേ, പോയേ പറ്റൂ. എത്ര പവിത്രമുള്ളവരായാലും, എത്ര ഈമാനുള്ളവരായാലും, എത്ര സോലിഹീങ്ങളായാലും, കരീറ്റിപ്പറമ്പിന് എത്ര വേണ്ടപ്പെട്ടവരായാലും, നിങ്ങളുടെ നാടിനും മഹലിനും ഒരുപാട് സേവനങ്ങൾ കണക്കില്ലാതെ ചെയ്തവരാണെങ്കിലും സമയമാകുമ്പോൾ പോയേ പറ്റൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ ഉമ്മ, എത്രയോ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് അങ്ങോട്ട് കൊടുത്തേക്കണം. അവിടെ പിന്നെ ഇടപെടാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കും ഈ ദുനിയാവ് ഒരു സെക്കൻഡ് ഒരു ചെറിയ വേദന വന്നാൽ തീർന്നു, അത്രേ ഉള്ളൂ. ഒരു ചെറിയ നെഞ്ചുവേദനയിൽ കഴിയുന്നു. ബാത്റൂമിലേക്ക് കയറുമ്പോൾ കാല് വഴുതി തല ഒന്ന് ചുവരിലിടിക്കുന്നു. അവിടെ കഴിയാണ് മനുഷ്യന്റെ ജീവിതം. എന്തിനേറെ നമ്മൾ മുമ്പിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിന്റെ ഒരു തരി നമ്മുടെ ഈ നെറുകയിലേക്ക് കയറിയാൽ, അതോ പുന്നാര ഹബീബ് കഴിക്കുമ്പോൾ ബിസ്മി പറയേ, അൽഹംദുലില്ല പറയുന്നൊക്കെ പറയേണ്ട പൊരുളതാ. റൂട്ട് മാറി ഒരു തരി ആഹാരം നെറുകയിലേക്ക് കയറിയാൽ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കാൻ അത് മതി എന്നാണ്. അള്ളാഹു എന്ന് ഞങ്ങളെ കാക്കണേ ഉറപ്പേ. അത്രേ ഉള്ളൂ ജീവിതം, അത്രേ ഉള്ളൂ. അവിടുത്തെ സുഖത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്, അവിടുത്തെ രസത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്, അവിടുത്തെ സന്തോഷത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത്, അവിടുത്തെ ആനന്ദത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ഇന്ന് മരണപ്പെട്ടാൽ നാളെ രാവിലെ മുതൽ തുടങ്ങുന്ന ബർസഖ് ജീവിതത്തിന്റെ ഖബറിന്റെ ഒന്നാമത്തെ രാത്രിയുടെ ജീവിതത്തിന്റെ ശാശ്വതമായ ലോകത്തിന്റെ സുഖം നമ്മൾ മറന്നുപോയി. പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുക്കുന്നതാ, റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. 20, 30, 40, 60 വയസ്സുവരെയൊക്കെ ജീവിച്ച കരീറ്റിപ്പറമ്പിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെയ്തുപോയ ജീവിതത്തിന്റെ ഇന്നലകളിൽ കറുത്തുപോയ അധ്യായങ്ങൾ എത്രയാ.
ഒരു ഡയറി എഴുതി വെച്ചാൽ ഫസാദ് പറഞ്ഞത്, ഈബത്ത് പറഞ്ഞത്, കല്യാണം മുടക്കിയത്, പലിശ വാങ്ങിയത്, കള്ളു കുടിച്ചത്, ലഹരി ഉപയോഗിച്ചത്, അല്ലാഹുവേ മനുഷ്യന്റെ മനസ്സുകളെ വേദനിപ്പിച്ചത്, പണം കൈയിട്ട് വാരിയത്, ഹറാമ് കഴിച്ചത്, ഹറാമ് കണ്ടത്, ഹറാമ് കേട്ടത്, ഹറാമ് ചെയ്തത്, ഹറാമിന് കൂട്ടുനിന്നത്, ഹറാമിന് വേണ്ടി നടന്നത്, അതെല്ലാം ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കുമ്പോ അല്ലാ എത്ര കരഞ്ഞാലാണ് മതിയാകുന്നത് റബ്ബേ, എത്ര കരഞ്ഞാലാണ് പടച്ചോന്റെ പൊരുത്തം കിട്ടുന്നതല്ലാ. കുറെയെങ്കിലും കണ്ണുനീരിങ്ങനെ നിറച്ചൊഴുക്കിയിട്ട് അല്ലാഹുവിന്റെ കോപം ഒന്ന് അടക്കി നിർത്താൻ നിനക്ക് സാധിക്കട്ടെ. വീണ്ടും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയുന്നു, മീസാനിലോരോ തുള്ളിയും തൂക്കുന്നതാ, അത് ഉഹുദ് മല പോൽ ഭാരമിൽ തൂങ്ങുന്നതാ. നീ ചെയ്ത നിസ്കാരത്തെ മീസാനെന്ന ത്രാസിൽ തൂക്കുമ്പോ, നീ ചെയ്ത ഖുർആൻ പാരായണത്തെ മീസാനെന്ന ത്രാസിൽ തൂക്കുമ്പോ, നീ ചെയ്ത സർവ്വ നന്മകളെയും മീസാനെന്ന ത്രാസിലേക്ക് തൂക്കുമ്പോ, തഴവ ഉസ്താദ് പറയുന്ന നാളെ നീ കരഞ്ഞ കണ്ണീരും തൂക്കുന്നതാണ്. ഏത് കണ്ണീരാണ് മോളെ? ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഭർത്താവൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി പിണങ്ങി മാറിയിരുന്ന കൊഞ്ചിക്കരയുന്ന കണ്ണുനീരല്ല, ഭർത്താവിനെ മനം മയക്കാൻ വേണ്ടിയിട്ട് അഭിനയത്തിന്റെ ഹിക്കുമത്തിന്റെ അടവുകൾ പുറത്തെടുത്തിട്ട് കോഴിക്കോട്ടെ കരീറ്റിപ്പറമ്പിലെ പൊന്നാരമോള് ഭർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിയിട്ട് അഭിനയിക്കുന്ന അഭിനയത്തിന്റെ കണ്ണീരല്ല. പിന്നെയോ നിന്റെ വീടിന്റെ മുമ്പിൽ അകത്തിരിക്കുന്ന ടിവിയിലൂടെ, അതല്ലെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ ഓരോ സമയത്ത് നീ ഇഷ്ടപ്പെടുന്ന മാറിമറിയുന്ന സീരിയലിന്റെ കഥാപാത്രങ്ങള് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോ ആ വേദന തരുന്ന കണ്ണീര് കണ്ണിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന കണ്ണീരല്ല, മറിച്ച് അല്ലാഹുവിന്റെ പരലോകത്ത് മീസാനെന്ന ത്രാസിൽ തൂക്കുന്ന കണ്ണീരേതെന്നറിയോ? അങ്ങ് ഈജിപ്തിന്റെ പരിശുദ്ധമായ മണ്ണില്, അങ്ങ് മിസ്റിന്റെ പവിത്രമായ മണ്ണില് നഫീസത്തിൽ മിസ്രിയ മസ്ജിദ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ നിറത്തിൽ ലെങ്കി നിൽക്കുന്ന പള്ളിയുണ്ട്. ആ പവിത്രമായ പള്ളി, ആ പരിശുദ്ധമായ പള്ളി, ആ പള്ളിയുടെ അകത്തളത്തിൽ ഒരു പരിപൂർണമായ ഖബറുണ്ട് റബ്ബേ. എന്ത് രസമുള്ള ഖബറെന്നറിയുമോ? കാണാൻ കണ്ണുമഞ്ഞളിച്ചു പോകുന്ന പരിശുദ്ധമായ പവിത്രമായ ഖബർ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബറാണ്. എത്ര പ്രാവശ്യം ഈ വിനീതൻ അവിടെ പോയിട്ടുണ്ടെന്നറിയോ? അവിടെ ചെന്നിരുന്നിട്ട് എത്ര പാട്ടെഴുതിയിട്ടുണ്ടെന്നറിയോ? അവിടെ ചെന്നിട്ട് എത്ര ബൈത്ത് പാടിയിട്ടുണ്ടെന്നറിയോ? അവിടെ ചെന്നിട്ട് എത്ര ഖുർആൻ ഓതിയിട്ടുണ്ടെന്നറിയോ? മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ കണ്ണുനീര് അല്ലാഹുവിന്റെ നാളെ പരലോകത്തെ ത്രാസിലങ്ങോട്ട് തൂക്കി നോക്കുമ്പോ മീസാനിലോരോ തുള്ളിയും തൂക്കുന്നതാ, അത് ഉഹുദ് മല പോൽ ഭാരമാൽ തൂങ്ങുന്നതാ. ഓരോ തുള്ളിക്ക് ഉഹുദ് മലയുടെ വലിപ്പമാണ് അല്ലാഹു മീസാൻ എന്ന ത്രാസിൽ കൊടുക്കുന്നത്. ആ കണ്ണീര് നമുക്ക് വേണ്ടേ? കരീറ്റിപ്പറമ്പിലെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശൈഖുനാ മാണിയൂർ ഉസ്താദ് ഇവിടെ വരികയാണെങ്കിൽ ആ കണ്ണീര് നമുക്ക് കാണാം. മാണിയൂർ ഉസ്താദിന്റെ ദുആഇന്റെ വല്ലാത്ത പ്രത്യേകതയാ. അകന്നിരിക്കുന്നവരെയൊക്കെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് കുറച്ച് ദിക്റൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്ന, നെഞ്ചു പൊട്ടുന്ന വാക്കുകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കവാടത്തെ തള്ളി തുറക്കുന്ന ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിന്റെ വാക്കുകള് എന്റെ കേവിയുടെ സ്ഥാപനമല്ലേ, അതുകൊണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഫോണിലൂടെ സംസാരിച്ചതാണ്. ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കിനി വളരെ കുറച്ചു മഹാന്മാരേ ഉള്ളൂ. വിട പറഞ്ഞു പോയി മശായിഖന്മാർ, മുഖ്ലിസായ പണ്ഡിതന്മാർ, ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം തരേണ്ടവർ, ഞങ്ങളുടെ മുമ്പിൽ ഇരുത്തിയിട്ട് പാഠം പഠിപ്പിക്കേണ്ടവർ, ഞങ്ങളെ കണ്ണുനീരോടെ ആമീൻ പറയുമ്പോ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിക്കേണ്ടവർ പലരും നിന്റെ അരികിലേക്ക് പറന്നു വന്നു. അല്ലാ, ഇനി ചുരുക്കം ചില ആളുകളെ ഉള്ളൂ റബ്ബേ. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിന് ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ അല്ലാ. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ എപ്പ ചെന്നാലും ഒന്നാമത്തെ കസേരയിൽ കുഞ്ഞുകുട്ടിയുടെ പരിമളം പരത്തുന്ന പുഞ്ചിരിയോടെ
1 കോടി മുല്ലപ്പൂക്കള് മുമ്പിൽ ഇങ്ങനെ വാരി വിതറിയ പരിശുദ്ധിയോടെ നമ്മെ കാത്തിരിക്കുന്ന പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അല്ലാഹുവേ ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് പ്രോഗ്രാമുകൾക്ക് പോകാതെ വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുകയാണ്. റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, താങ്ങാനാകുന്നില്ല റബ്ബേ. സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ സമ്മേളന നഗരിയിൽ ഇനിയും ആ പ്രിയപ്പെട്ടവരെ കാണാൻ തന്റെ വലത്തെ കൈകൊണ്ട് മുണ്ടിന്റെ ഒരൽപ്പം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവേ, ആ വെളുത്ത കാലുകൾ കുറഞ്ഞ ചെരുപ്പ് ധരിച്ചിട്ട് സ്റ്റേജിലേക്ക് ചവിട്ട് കയറുന്ന വിനയത്തിന്റെ ലാളനയുടെ ഒരു കുഞ്ഞു പ്രാവ് ഹൃദയത്തിലേക്ക് പറന്നിറങ്ങുന്ന പരിശുദ്ധിയോടെ ഞങ്ങളെ മുഴുവനും അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയം കവർന്നെടുത്ത സ്നേഹ കൊട്ടാരത്തിന്റെ ഉടമ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അല്ലാഹുവേ, എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ശിലഭാകാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെ ക്ഷണിച്ചപ്പോ തങ്ങൾ വന്നു. തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ നിന്ന് വാഹനത്തില് എന്റെ നാടിന്റെ തൊട്ടടുത്ത് സ്നേഹസാഗരത്തിന്റെ ശിലഭാകാമെന്നപ്പോ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിന്റെ പ്രിയപ്പെട്ട രോഗികള്, ഉമ്മമാര്, ഉപ്പമാര്, അമ്മമാര്, അച്ഛന്മാര്, കാലില്ലാത്തവര്, കൈയില്ലാത്തവര്, കാഴ്ചയില്ലാത്തവര്, കുഷ്ഠം ബാധിച്ചവര്, അല്ലാഹുവേ അവരൊക്കെ നല്ല വസ്ത്രം ധരിച്ച് തങ്ങൾ വരുമ്പോ ഇങ്ങനെ ഈ ഇതര മതത്തിൽപ്പെട്ടവരിങ്ങനെ കൈകൂപ്പി നിന്നപ്പോ എത്രയോ തിരക്കുകളിലേക്ക് പോകേണ്ടയാളാ, എത്രയോ ആവശ്യങ്ങൾക്ക് പോകേണ്ടയാളാ, തന്റെ വാഹനത്തിൽ നിന്നിറങ്ങി പതിയെ നടന്നു വന്ന് ആരോരുമില്ലാത്ത ഈ പാവങ്ങളോട് എന്തൊക്കെയാ വിശേഷം, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്, ബാക്കബിയോടൊപ്പം ഞങ്ങളുണ്ടെന്നവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വാക്ക് കൊടുക്കാം. പാണക്കാട്ട് തറവാട്ടില് രാജാവിനല്ലാതെ, പാണക്കാട്ട് കുടപ്പനക്ക് തറവാട്ടില് രാജകുമാരനല്ലാതെ ആർക്കാണ് പ്രിയപ്പെട്ട ഉമ്മത്തെ കഴിയുന്നത്? അത് മദീനയിലേക്ക് പടർന്നു കിടക്കുന്ന സ്നേഹപ്പട്ടത്തിന്റെ പറക്കലാണ്. അല്ലാഹുവേ, ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഓരോരോ തുള്ളിക്കുണ്ട് നദികൾ സ്വർഗമിൽ എന്നിബിന് അബ്ബാസും റിവായത്തുണ്ടതിൽ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ, പാതിരാത്രിയുടെ സമയത്ത് നെഞ്ചു പൊട്ടിയിട്ട് റബ്ബേ തെറ്റ് ചെയ്തു പോയല്ല, പാപം ചെയ്തു പോയി റബ്ബേ എനിക്ക് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞാൽ ആ പാപം പൊറുക്കലിനെ ചോദിക്കുന്ന കണ്ണുനീർ തുള്ളിക്കു പകരമായി അല്ലാഹു സ്വർഗത്തിന്റെ നദി തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്രേ. അല്ലാഹുവിലേക്ക് തെറ്റ് ചെയ്തിട്ട് അല്ലാഹുവിനെ ഓർത്തത് പൊറുക്കാൻ വേണ്ടി കരഞ്ഞാൽ പോലും അതിന് കൂലി തരാമെന്ന് അല്ലാഹു മുത്തുനബിയോട് പറയാണ്. എന്നിട്ട് നമുക്ക് നേരമില്ല, നമുക്ക് സമയമില്ല. കോവിഡ് വന്നാലും പ്രളയം വന്നാലും മഹാമാരി വന്നാലും എന്തൊക്കെ ലോകത്ത് സംഭവിച്ചാലും നമ്മൾ പിന്നും ആ പഴയ രീതിയിൽ തന്നെ. നമുക്ക് കുറച്ച് നിരീശ്വരവാദം പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഒന്ന് പുതിയ മോഡലിലാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കല്ലേ. എനിക്ക് വലിയ സന്തോഷം, നാളെ ഈ സ്ഥാപനത്തിൽ, ഈ സദസ്സിൽ, ഈ സ്റ്റേജിൽ എന്റെ പ്രിയ കൂട്ടുകാരൻ ഹൈദർലി വാഫി ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി. അത് ലഹരിക്കെതിരെയുള്ള, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു പഠനാർഹമായ ക്ലാസ്. നിങ്ങളാരും നിങ്ങളുടെ മക്കള് അങ്ങനെ മോശക്കാരാണെന്ന് വിലയിരുത്തിയിട്ടല്ല ക്ലാസ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മക്കൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം, നമ്മുടെ മക്കളത് പഠിക്കണം, നമ്മുടെ മക്കളത് തിരിച്ചറിയണം, കൊണ്ടുവന്നിരുത്തണം. ഞാനൊരു ഹാജിയാരാണ്, ഞാനൊരു മുസ്ലിയാരാണ്, എന്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കൂല, അങ്ങനൊന്നും ചിന്തിക്കരുത്. കൊണ്ടുവന്നിരുത്തണം, അവർ പഠിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. അതിന് അഡിക്റ്റായി പോയി. സ്കൂളുകൾ തുറന്നല്ലോ, ഇനി ഇതിന്റെ പരിസരങ്ങളിൽ ഇങ്ങനെ കുഞ്ഞു പൊതികളായി കഞ്ചാവും ലഹരിയും ഒക്കെ സുലഭമാകാൻ പോവാൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പെൺകുട്ടികൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കാൻ, പെൺകുട്ടികൾ പോലും 14 വയസ്സായ പ്രിയപ്പെട്ട 11 വയസ്സായ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഡ്രസ് അലക്കാൻ വേണ്ടി എടുത്ത ഉമ്മ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കഞ്ചാവിന്റെ പൊടി കണ്ടെത്തിയ കാലമാണ്. സഹിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ആ ക്ലാസ്സിലൊക്കെ സജീവമായി എല്ലാ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരങ്ങളും അവരുടെ മക്കളെ നിർബന്ധമായി കൊണ്ടുവന്നിരുത്തി കേൾപ്പിക്കണം. മനസ്സിന് വലിയ മാറ്റമുണ്ടാക്കണം. മഹാനായ അത്താഉ സലമി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് പടച്ചവനോടുള്ള ഖൗഫ് കൊണ്ട് അത്താഉ സലമി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. ലം യൻദുർ ഇലസ് സമായി 40 സനാ 40 വർഷം ആകാശത്തിലേക്ക് നോക്കൂലായിരുന്നു. പേടിയാവാണ് റബ്ബേ ഈ വാക്ക് പറയാൻ, ഭയം തോന്നുകയാണ് പടച്ചവനെ ഈ വാക്കുകൾ ഇങ്ങനെ പറയാൻ. ഇതൊരു കെട്ടുകഥയല്ല. 40 വർഷം ആകാശത്തിലേക്ക് നോക്കില്ലായിരുന്നു അത്താഉ സലമി റളിയല്ലാഹു അൻഹു. അണികളോട് പറഞ്ഞത് മുകളിലേക്ക് നോക്കുമ്പോ എനിക്ക് പേടിയാ, അല്ലാഹു പറഞ്ഞ അദാബുകൾ ഇറങ്ങുമോ എന്ന പേടിയാ, അല്ലാഹുവിന്റെ ആയത്തുകൾ മഴത്തുള്ളി പോലെ എന്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എനിക്ക് മുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. വലം യകുൻ ലഹിക ഫീ 40 സനാ. ആ 40 വർഷം അത്താഉ സലമി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ പേടിയായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ എങ്ങനെ ചിരിക്കുമെന്ന് അണികളോട് ചോദിച്ചിട്ട് തല കുമ്പിട്ടിരുന്ന് മണിക്കൂറുകളോളം അത്താഉ സലമി റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. എന്തേ തങ്ങളെ ഞങ്ങൾ മുഖത്ത് പുഞ്ചിരി വരാത്തതെന്ന് ചോദിക്കുമ്പോ അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറയുന്നത്, ചിരിക്കാൻ എന്ത് അവകാശമാണ് ദുനിയാവിൽ എനിക്കുള്ളത്, എങ്ങനാണ് ഞാനിവിടെ ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചിട്ട് പൊട്ടിക്കരയുമായിരുന്നു. ചിരിക്കാൻ വേണ്ടി മാത്രം പ്രോഗ്രാമുകൾ വെക്കുന്ന കാലഘട്ടമല്ലേ, ചിരിക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂടുന്ന കാലഘട്ടമല്ലേ, ചിരിക്കാൻ വേണ്ടി മാത്രം മനുഷ്യൻ സർവ്വതും ഒരുക്കി വെക്കുന്ന കാലഘട്ടമല്ലേ അല്ലേ? അതിന്റെ കാലാണ്. ഞങ്ങള് ഒരു ദിവസം നമ്മൾ ഏത് സ്ഥലമാണെന്ന് ഓർമ്മയില്ല, ഏതായാലും കേരളത്തിന് പുറത്താണ്, ബാംഗ്ലൂരാണോ അതല്ല മറ്റ് ഏതോ ഒരു സ്ഥലത്താണ്. ഞങ്ങളിങ്ങനെ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പാർക്കിന്റെ ഭാഗത്തൂടെ ഞാനുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, മുനീർ ഹുദവിയുണ്ട്, പിന്നെ എൻ്റെ വാഹനം ഓടിക്കുന്ന സഹോദരനുണ്ട്. അപ്പൊ രാവിലെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ ഈ ഒരു പാർക്ക്, അവിടെ കുറെ ആളുകൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. താത്തമാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണല്ലോ എന്ന് അല്ലേ? വയറ് കുറയ്ക്കാൻ വേണ്ടി 1 മണിക്കൂർ തലയും കുത്തി നിൽക്കാനും താത്ത തയ്യാറാണ്. ഭർത്താവ് റോഡിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ താത്തയുടെ തല താഴെയും കാലും മുകളിലും അങ്ങനെ നിൽക്കുക. വയറ് കുറയ്ക്കണം, തടി കുറയ്ക്കണം, പിന്നെ കവിളിൽ പച്ചപ്പുണ്ടാകാൻ വേണ്ടി യൂട്യൂബിന്റെ പുതിയ നിർദ്ദേശമാണ് നാവ് കൊണ്ടും അങ്ങനെ ആക്കുക. എല്ലാ ദിവസവും 3 കിലോ. മരിക്കാൻ കിടക്കണ ഉപ്പാപ്പ വിചാരിക്കണേ എന്നെ കൊഞ്ഞണം കുത്താന്ന് വിചാരിക്കും. ഇപ്പൊ അവരെ മുഖത്തൊക്കിട്ടൊക്കെ ചെയ്യുക. സഹോദരിമാര് ധാരാളം അതൊക്കെ അക്ഷരം പ്രതി ഈ വാതു പറയണ കാര്യം കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാനല്ലേ പ്രയാസമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അക്ഷരം പ്രതി അംഗീകരിക്കാം. പിന്നെ യൂട്യൂബിന്റെ ക്യാപ്ഷൻ കണ്ടാൽ നമ്മൾ എന്തായാലും നോക്കിപ്പോവല്ലോ. നിങ്ങൾക്ക് ഈ അടയാളമുണ്ടോ, നിങ്ങൾ ക്യാൻസർ രോഗിയാണ്, അപ്പോഴേ അടിച്ചു നോക്കുമ്പോൾ എന്തൊരു അടയാളമാണ് റബ്ബേ. നിങ്ങൾ ചരിഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ വേദന, പിന്നെ ചരിഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ വേദന എടുക്കാതെ എന്തായാലും ഉണ്ടാവൂലേ? ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറേ ഡോക്ടർമാര്, ഡോക്ടറൊന്നും അല്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ട് യഥാർത്ഥ ഡോക്ടർ പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം. അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട്. അതൊക്കെ കേട്ടിട്ട് താത്തമാര് പേടിച്ച് ഭർത്താവിന് കൊടുക്കണ ഭക്ഷണവും കൊടുക്കൂല, കുറെ പച്ചില ഇടിച്ച് പിഴിഞ്ഞ് സാധനങ്ങളൊക്കെ ചേർത്ത് ഇഞ്ചിയൊക്കെ ചതച്ച് ഇങ്ങനെ 3 നേരം അത് തന്നെ കൊടുക്കില്ല. പാവപ്പെട്ടൻ ഇങ്ങനെ 9 മാസമായിട്ട് വേറെ കൊണ്ട് നടന്നിട്ട് അത് കുറയ്ക്കാനുള്ള പരിപാടി താത്താണ്. കുറേയേറെ ഗുലുമാലുകൾ ഇങ്ങനെ തീർത്തു വെക്കലുണ്ട്. അപ്പൊ നമ്മൾ ആ പാർക്കിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല വൃത്തിയാണ്, കുറെ പൂക്കളുണ്ട്, കുറെ ചെടികളുണ്ട്. ഇങ്ങനെ നടക്കുമ്പോ കുറച്ച് ആളുകൾ ഇങ്ങനെ നിന്നിട്ട് മെയിൻ ആളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കുറച്ച് ഉപ്പാപ്പാര് ഫ്രണ്ട് താത്തമാര് കുഞ്ഞുങ്ങൾ ചിരിക്കുകയാണ്. ചിരിച്ചാൽ ആയുസ് കൂടും, ഹൃദയത്തിന് പ്രകാശം ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ചിരിക്കാൻ പറ്റൂലല്ലോ, ആകെ ടെൻഷനുള്ള ജീവിതമല്ലേ. അതുകൊണ്ട് പുതിയ സെറ്റപ്പിൽ ഇങ്ങനെ വളച്ചു കൂട്ടി പാർക്കി നിർത്തിയിട്ട് ആ ചിരിക്കൂ, മതി, ഇനി 33 പ്രാവശ്യം. ഇത് ആക്റ്റീവല്ല, ഇങ്ങനെ ചെയ്യാം. സംഭവം ചിരി നല്ലതാണ്, പക്ഷെ ഇത് മഹാരഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റൂല. നമ്മൾ പുഞ്ചിരിക്കണം, പുഞ്ചിരി സ്വതക്കയാണ്, പുന്നാര ഹബീബ് പൊട്ടിച്ചിരിക്കൂല. ആ ചിരിയൊക്കെ നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ച് ചേരാൻ തുടങ്ങിയാൽ ഈ ചിരിയൊക്കെ പിന്നെ മരിച്ചാലേ കിട്ടൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയൂലേ, കുഞ്ഞു കുട്ടി ചിരിച്ചുകൊണ്ട് കിടക്കണ പോലെയാണല്ലോ റബ്ബേ,
അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെ കിടക്കണത്, വാവാട് ഉസ്താദ് ഇങ്ങനെ കിടക്കണത് കണ്ടിട്ട് കൊതിയാവാണ് റബ്ബേ. ആ മുഖം പൂ വിരിഞ്ഞു നിൽക്കണ പോലെ. എന്തുകൊണ്ടാണ്? അവരേറെ കരഞ്ഞവരാണ്, അവർ ദുനിയാവിലേറെ കരഞ്ഞവരാണ്. നമ്മളൊക്കെ രാത്രി സുഖമായി ഉറങ്ങുമ്പോൾ മുസല്ലയിൽ സുജൂദിലൂടെ കരഞ്ഞവരാണ്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, ബക്കാ ശുഐബ് അലൈഹിസ്സലാം ഹത്താ അമിയാ. ശുഐബ് നബി അലൈഹിസ്സലാം കരഞ്ഞ് 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 കാഴ്ച നഷ്ടപ്പെട്ടു പോയി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ശുഐബ് നബി അലൈഹിസ്സലാം കരഞ്ഞിട്ട് ഹത്താ അമിയാ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഫറദ്ദല്ലാഹു അലൈഹി ബസറഹു, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുത്തു. വീണ്ടും ശുഐബ് നബി അലൈഹിസ്സലാം കരയാ തുടങ്ങി, വീണ്ടും കരയാ തുടങ്ങി. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ നിരന്തരമായി കരഞ്ഞപ്പോ അല്ലാഹു ചോദിച്ചു, ശുഐബ് ഇൻകാന ബകാവുക ഖൗഫൻ മിനന്നാർ, നരകത്തെ പേടിച്ചിട്ടാണ് ശുഐബേ നീ കരയുന്നതെങ്കില് ആളിക്കത്തുന്ന നരകത്തിന്റെ ഭയാനകരമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രിയപ്പെട്ട ശുഐബേ നിങ്ങൾ കരയുന്നതെങ്കിൽ ആ നരകത്തിന്റെ ഒരു അല്പം പോലും നിങ്ങൾക്ക് ഞാൻ തരില്ല നബിയേ. അത് പേടിച്ച് നിങ്ങൾ കരയണ്ട. ഈ കണ്ണീര് കണ്ടിട്ട് നരകം പോലും നിങ്ങളെ വെറുക്കുകയാ, നരകത്തിന്റെ ഒരു ഭാഗത്ത് പോലും നിങ്ങളെ കൊണ്ടുപോകൂല. സമാധാനമായോ? ശുഐബ് നബി പറഞ്ഞു, അല്ല റബ്ബേ, നരകത്തെ പേടിച്ചിട്ട് ഞാൻ കരയുന്നതല്ല. അല്ലാഹു ചോദിച്ചു, ഇൻകാന ബഖാവുക ശൗഖൻ ഇലൽ ജന്ന, പവിത്രമായ സ്വർഗത്തിന്റെ ദർജകൾക്ക് കൊതിച്ചുകൊണ്ടാ കരയുന്നതെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമോ, എനിക്ക് ഫിർദൗസ് കിട്ടുമോ, എനിക്ക് സ്വർഗത്തിന്റെ പരിമളവും പരിലാളനവും ലഭിക്കുമോ എന്ന ചിന്തയാലാണ് നിങ്ങൾ കരയുന്നതെങ്കിൽ നബിയേ, ആ സ്വർഗത്തിന്റെ വലിയ പദവിയിലേക്ക് ചിറക് വിടത്തി പറന്നു പോകാനുള്ള യോഗ്യത നബിയെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കാമെന്ന് അല്ലാഹു പറയുമ്പോ ശുഐബ് നബി അലൈഹിസ്സലാം പറയുന്നു, അല്ല അല്ലാഹ്, സ്വർഗത്തിന് വേണ്ടിയല്ല അല്ലാഹ്, നരകത്തെ പേടിച്ചിട്ടല്ല അല്ലാഹ്, ഫഇന്നമാ അബ്കീ ശൗഖൻ ഇലൈകാ, നിന്നോടുള്ള സ്നേഹം അമിതമായിട്ട് എൻ്റെ കണ്ണ് നിറയാണ്. സ്നേഹം കൂടിയ കണ്ണ് നിറയൂലേ? ഞാൻ എൻ്റെ മകൻ സ്ട്രൈറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഇപ്പോൾ കുറച്ച് ദിവസം അവിടെ ഇഫുദിന് ഉണ്ടാക്കിയിട്ട്, ചെറിയ കുട്ടിയല്ലേ, 8 വയസ്സാവണേ ഉള്ളൂ, കുഞ്ഞുമോൻ. അപ്പൊ ഇന്ന് രാവിലെ അവനൊന്ന് കൂട്ടി ഇന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയി 2 ദിവസം വീട്ടിൽ നിർത്തിയിട്ട് ഇനി തിരിച്ച് മലബാറിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നാക്കാന്ന് കരുതി പോയി കണ്ടപ്പോൾ എൻ്റെ കണ്ണും എന്നെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണും നിറഞ്ഞത് അത് സ്നേഹത്തിന്റെ കണ്ണീരാണ്. സ്നേഹമുണ്ടെങ്കിൽ കണ്ണ് നിറയും. ഇങ്ങനെ അല്ലാഹുവിന് വേണ്ടി ഇന്ന് വരെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. നരകത്തെ പേടിച്ചു സ്വർഗത്തിന് വേണ്ടിയും ചെയ്ത പാപം പറഞ്ഞൊക്കെ നമുക്ക് കരയാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. സ്നേഹ കൂടുതൽ കൊണ്ട് ശുഐബ് നബി അലൈഹി സ്വലാം കരഞ്ഞ പോലെ കരയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? സ്നേഹ കൂടുതൽ കൊണ്ട് കരയാൻ. അള്ളാന്റെ ഹബീബ് സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞ് മദീനത്തെ മണൽപ്പരപ്പ് ഇങ്ങനെ ഒഴുകി വന്ന ഏതു വീടിന്റെ അകത്ത് സുഹൈൽ കൂരാടുപ്പ പാടിയില്ലേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ, അതിർപ്പ് പൂവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ, പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ, പടിവാതില് ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ആ മുത്തുനബിയുടെ പൂങ്കുടിലിന്റെ മണൽത്തരികള് അള്ളാന്റെ ഹബീബ് സുജൂദിൽ കിടക്കുമ്പോ ആ കണ്ണീര് കൊണ്ട് ഇങ്ങനെ ഒഴുകിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിനോടുള്ള അമിതമായ അദമ്യമായ സ്നേഹത്തിന്റെ ഇഷ്കിന്റെ കണ്ണുനീരായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉമ്മ കരയൂലേ മോനെ കാണുമ്പോ?
കുറെ നാളിന് ശേഷം മോനെ കാണുമ്പോൾ ഉമ്മാടെ കണ്ണ് നിറയൂലേ, ഉപ്പാന്റെ കണ്ണ് നിറയൂലേ? സ്നേഹത്തിന്റെ കണ്ണീര്. ആ കണ്ണീര് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുണ്ടോ? നമുക്ക് പടച്ചോനെ ഒരു വലിയ നിഅമത്ത് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ കരയണം. ശമ്പളം കൂടുതൽ കിട്ടുമ്പോ, ജോലി കിട്ടുമ്പോ, ടെസ്റ്റ് വന്ന് റിസൾട്ട് വന്ന്, എന്തല്ല ക്യാൻസർ അല്ല, ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. ഇന്ന് സഹോദരിമാർക്കൊക്കെ ഗർഭാശയ മുഴകളും ക്യാൻസറുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് നടത്തുമ്പോൾ ക്യാൻസറിൻ്റെതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകി. അൽഹംദുലില്ലാ, കാത്തു റബ്ബേ, നന്ദിയുടെ സ്നേഹത്തിന്റെ കണ്ണീര് അങ്ങനെ ഒഴുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കൊക്കെ കരയേണ്ട കാര്യമുണ്ടോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എനിക്ക് നീ തന്ന ദറജകൾ മുഴുവനും ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം അല്ലാഹ്, അതുകൊണ്ട് എന്നെ കാക്കണേ റബ്ബേ. ആര് ചോദ്യം ചെയ്യാനാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇന്നു വരെ കൊടുത്തിരിക്കുന്ന എല്ലാ ദറജയും ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹ് തീരുമാനിച്ചാൽ ഏത് കോടതിയിൽ പോയി ജിബ്രീൽ അലൈഹിസ്സലാം പരാതി പറയും? അതിനുള്ള കഴിവ് അല്ലാഹ്ക്കുള്ളത് കൊണ്ട് ജിബ്രീൽ കഅബാലയത്തിന്റെ മുമ്പ് വന്നിട്ട്, ജിബ്രീൽ കഅബത്തിന്റെ കില്ല പിടിച്ചതായി ഇലാഹി ഇലാഹി എന്നവർ പറയുന്നതായി, എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ, നീ എന്റെ ജിസ്മിനെ ചെയ്തി മറിക്കല്ലേ, നീ എനിക്ക് തന്നിരിക്കുന്ന പദവിയെ നശിപ്പിക്കല്ലേ റബ്ബേ, എന്റെ പേരിന് ഹാനി വരുത്തല്ലേ റബ്ബേ. മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനെ എന്തും ചെയ്യാം. 500 വർഷം വരെ ഇബാദത്ത് ചെയ്തിട്ട് ഈമാനില്ലാതെ മരിച്ചവരില്ലേ? അവസാന സമയത്ത് അവരുടെ ഈമാൻ അല്ലാഹു നഷ്ടപ്പെടുത്തിയില്ലേ? അതുകൊണ്ടല്ലേ സൂഫിയാക്കളൊക്കെയും എന്നോടും നിങ്ങളോടും പറയുന്നത്, അല്ലാഹുമ്മ ഹസ്ൻ ആഖിബത്തനാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, അവർക്ക് വേണ്ടിയും നമ്മോട് ദുആ ചെയ്യണമെന്നും പറയുന്നത്. അതുകൊണ്ടല്ലേ അവസാനം ഏത് രീതിയിലാണ് പര്യവസാനിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ബസറയിൽ ജീവിച്ച ആബിദായ സ്വാലിഹായ ആലിമായ ഒരു മഹാനായ മനുഷ്യൻ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോകുമ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, റബ്ബേ, കുറച്ച സമയത്തിനകത്ത് ഞാൻ മരിക്കുമെന്ന് മനസ്സിലായി. ശരീരവിശുദ്ധി വരുത്തുകയാണ്, വുളുവെടുക്കുകയാണ്, വെള്ളവസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാത്തുകൊണ്ട് കിടക്കുകയാണ്. എത്ര നല്ല പ്രതീക്ഷയാണ് റബ്ബേ, എത്ര നല്ല പ്രതീക്ഷയാണ് റബ്ബേ. സമസ്തയുടെ ബഹുമാനനായ കോയക്കുട്ടി ഉസ്താദ് താൻ കിടക്കുന്ന റൂമിന്റെ നേരെ ഖബർ വെട്ടിയിട്ടിട്ട് ആ റൂമിനകത്ത് കിടന്നിട്ട് ആ ഖബറിലേക്ക് അങ്ങനെ നോക്കിക്കിടക്കുമായിരുന്നു. അല്ലാഹുവേ, പടച്ചവനെ, തന്റെ മരണത്തിന്റെ സൂചന കിട്ടിയപ്പോ കാളമ്പാടി ഉസ്താദ് തന്റെ വീട്ടുകാരോട് പറഞ്ഞതെന്താണ്? നാളെ ഇവിടെ വീട്ടിൽ ആളുകൾ കൂടുന്നതിന് വേണ്ടി സൗകര്യമൊരുക്കണമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളറിവില്ലാത്തവരാണ്, ഞങ്ങൾക്ക് മരണത്തിന്റെ മുന്നറിയിപ്പ് തന്നാലും തിരിച്ചറിയാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് റബ്ബേ, എപ്പോ എവിടെ വെച്ച് മരണപ്പെട്ടാലും ഖബറിന് വേണ്ടി മാറ്റിവെച്ച ഇവിടത്തെ മണിക്കൂറുകളുടെ ബറക്കത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. മഹാനായ ബസറയിലെ ഈ പ്രിയപ്പെട്ട പണ്ഡിതൻ കുളിച്ചു വൃത്തിയായി വുളുവെടുത്ത് നല്ല വസ്ത്രം ധരിച്ച് അസ്റായിലിനെ കാത്തങ്ങനെ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുത്തിരുന്ന് കരയുന്നുണ്ട്, ഉപ്പ അടുത്തിരുന്ന് കരയുന്നുണ്ട്, ഭാര്യ അടുത്തിരുന്ന് കരയുന്നുണ്ട്, മക്കൾ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഉപ്പയോട്, ആ പൊന്നാര ഉമ്മയോട് ആ പ്രിയപ്പെട്ട ബസ്രയിലെ പണ്ഡിതൻ ഇങ്ങനെ ചോദിക്കുകയാണ്, മാ യാ അബത്തി മല്ലദീ അബ്കാക യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ,
എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കരയുന്നത്? എന്റെ ഉമ്മ, നിങ്ങൾ ഈ സമയത്ത് കരയുന്നതെന്തിനാണ്? എന്ത് ചിന്തിച്ചിട്ടാ കരയുന്നത്? എന്ത് ഓർത്തിട്ടാ കരയുന്നത്? ആ സമയത്ത് ഉമ്മ പറയുന്നു, മോനെ, ഞാൻ നിന്നെ പ്രസവിച്ച രംഗം ഓർക്കുകയാ, എന്റെ കൈവെള്ളയിലേക്ക് നിന്നെ കിട്ടിയ രംഗം ഓർക്കുകയാ, നിനക്ക് പാല് തന്ന രംഗം ഓർക്കുകയാ, എന്റെ പൊന്നെ എന്ന് പറഞ്ഞ് ചേർത്തു വെച്ച് കവിളത്തും നെറ്റിപ്പടത്തിലും തുരുതുരെ ചുംബനം തന്ന ആ ധന്യമുഹൂർത്തത്തെ കുറിച്ച് ഓർക്കുകയാ. നീ എന്റെ കുടുംബത്തിന്റെ നട്ടെല്ലാണ്, നീ ഇല്ലെങ്കിൽ എനിക്ക് ആരുമില്ല മോനെ. അതുകൊണ്ട് നിന്റെ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ടും കരയുകയാണ്. ഉപ്പ പറയുന്നു, മോനെ, എന്റെ വിരൽ തുമ്പ് പിടിച്ച് നടന്നു പോരെ ജീവിതത്തിന്റെ ഇടപെടികളുടെ ഇന്നലകളെ കുറിച്ച് വാപ്പച്ചി ഓർത്തു പോവുകയാ. എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച, എന്റെ കൂടെ പള്ളിയിൽ വന്ന, എന്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത മനോഹരമായ മുഹൂർത്തങ്ങളെ എന്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു മോനെ. ഇനി നീ മരണപ്പെട്ടു പോയാ വാപ്പാക്കൊരു കൈ സഹായത്തിനാരുമില്ല. നീ കൊണ്ടുവരുന്ന നാണയത്തുട്ടുകൾ ഈ കുടുംബത്തിന് സമാധാനമാണ്, സന്തോഷമാണ്. പൊട്ടിക്കരയുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പണ്ഡിതനായ ബസറയിലെ പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ചു, പെണ്ണേ, നീ എന്തിനാണ് കരയുന്നത്? ഉമ്മയും ബാപ്പയും അവർക്ക് വരാൻ പോകുന്ന വലിയ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ട് കരയുകയാ. മോളെ, എന്തിനാ പെണ്ണെ നീ കരയുന്നത്? ഭാര്യ പറയുകയാ. ശ്രദ്ധയോടെ കേൾക്കണേ, എന്റെ കരീറ്റിപ്പറമ്പിലെ ഭർത്താക്കന്മാര് കേൾക്കണേ, എന്റെ ഭാര്യമാര് കേൾക്കണേ, ഇബാദത്തിന് സമയം നഷ്ടപ്പെട്ടു പോയവര് കേൾക്കണേ. സുജൂദിന് നേരമില്ലാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്ന പറവകളായി ദുനിയാവിന്റെ നക്കാപ്പിച്ചക്ക് വേണ്ടി അധപ്പതനത്തിന്റെ പടുങ്കുടിയിൽ വീഴുന്ന കന്നുകാലികളെ നാണിച്ചു പോകുന്ന ജീവിതം നയിക്കുന്നവരെ കേൾക്കണേ. നിസ്കാരം നഷ്ടപ്പെടുത്തിയത് ഭാര്യയ്ക്ക് വേണ്ടി, നിസ്കാരം നഷ്ടപ്പെടുത്തിയത് മക്കൾക്ക് വേണ്ടി, ഇബാദത്ത് നഷ്ടപ്പെടുത്തിയത് ഉമ്മാക്ക് വേണ്ടി, ജുമാ നഷ്ടപ്പെടുത്തിയത് ഉപ്പാക്ക് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട്, അങ്ങനെ കാരണങ്ങൾ പറഞ്ഞ് അല്ലാഹുവിൽ നിന്ന് പതിയെ പതിയെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് അകന്നു പോയ മുസ്ലിമേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുകയാ, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ടവൾ പറയുന്നു, ലിഫിഖ്ദി ബിർരിക വഹാജതി ലിഗൈരിക, നിങ്ങളെ കൊണ്ടുള്ള ഗുണം എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാ. നിങ്ങൾ എന്റെ ജീവന്റെ ജീവനാ. ഒരു വള വേണമെന്ന് പറയുമ്പോ കരീറ്റിപ്പറമ്പിലെ ഭർത്താവ് വേറൊന്നും ചിന്തിക്കൂല. ഉമ്മാക്ക് ഗുളിക വാങ്ങിയില്ലെങ്കിലും ഭാര്യ പറയണ കാര്യം നടത്തി കൊടുക്കുമല്ലോ. ഞങ്ങൾ കൂട്ടിയിടുന്നു പോയാലോ എന്ന് ചോദിച്ച, സാമ്പത്തിക പരാധീനതയുടെ പടുങ്കുടിയിൽ വീണു പോയാൽ പലിശക്ക് പണമെടുത്തിട്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ മോഹം നടത്തി കൊടുക്കുന്ന, പ്രണയിനിയുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്ന ഭർത്താക്കന്മാരല്ലേ. അവര് കേൾക്കണേ, അവര് മനസ്സിലാക്കണേ. ഈ പ്രിയപ്പെട്ട ഭാര്യ പറയാണ്, നിങ്ങളെ കൊണ്ടുള്ള ഗുണം എനിക്ക് നഷ്ടപ്പെടുകയാ. ഇനി എന്റെ ആവശ്യങ്ങൾ നടത്തണമെങ്കിൽ വേറെ ആള് വേണമല്ലോ, എന്റെ ചിലവ് നടത്താനിന് വേറെ ആള് വേണമല്ലോ, എന്റെ ആഗ്രഹങ്ങൾക്ക് ചിറക് വെച്ചിട്ട് പറന്നുയരാൻ എന്നോടൊപ്പം ഇനി നിങ്ങളില്ലല്ലോ. ഓർക്കുമ്പോ സങ്കടമാണ്, അങ്ങനെ കരയുകയാണ്. മക്കളുടെ കരച്ചില് കണ്ടിട്ട് ആ മഹാനായ പണ്ഡിതന്റെ നെഞ്ചു പൊട്ടിപ്പോയി. തന്റെ മക്കളല്ലേ, തന്റെ ജീവിതത്തിന്റെ ഒരുപാട് സമയം ആ മക്കൾക്ക് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. ആ മക്കളെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? മക്കള് പറയുന്നു, ഉപ്പാ ലിദില്ലിൽ യതീം, ഇന്നിപ്പ മരിച്ചാ പിന്നെ നമ്മൾ യതീമായി. നാട്ടിലുള്ളവർ യതീമിങ്ങളെന്നാ പറയുന്നത്. പിന്നെ ഒരു പക്ഷേ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ അനാഥ മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കും. പിന്നെ ഞങ്ങൾ യതീമിങ്ങളായി. പിന്നെ ഉപ്പ മരിച്ച സഹതാപത്തിൽ ആളുകൾ വന്ന് തലോടലായി. അങ്ങയുടെ കാലം കഴിഞ്ഞാൽ ഉള്ള നിസാരത, ഉപ്പയില്ലാത്ത ഒരു ദൈന്യത, ഉപ്പയില്ലാത്ത ഒരു ദയനീയത, അത് ഞങ്ങളെ വേട്ടയാടുമല്ലോ എന്ന് ചിന്തിച്ച് കരയുകയാണ്. ആ മഹാനായ പണ്ഡിതൻ വേദനയോടെ പ്രസവിച്ച ഉമ്മയോട്, വാപ്പയോട്, തന്റെ സഹധർമ്മിണിയോട്, മക്കളോട് ചോദിക്കുന്നു, നിങ്ങളാരെങ്കിലും അടുത്ത സെക്കൻഡിൽ എന്നെ പൊതിഞ്ഞുകൊണ്ട് വെക്കുന്ന ഖബറിന്റെ അവസ്ഥയോർത്തിട്ട് നിങ്ങളാരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കുന്നുണ്ടോ? മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഈ പാവപ്പെട്ട പൊന്നുമോന് മറുപടി പറയാൻ പറ്റുമോന്ന്, എന്റെ ഭർത്താവിന് മറുപടി പറയാൻ പറ്റുമോന്ന്
എന്റെ വാപ്പച്ചിക്ക് മറുപടി പറയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ കരയുന്നുണ്ടോ? എനിക്ക് അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറയാൻ കഴിയുമോ എന്ന ആശങ്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കരയുന്നുണ്ടോ? ഈ കരച്ചിലല്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടത്? അതിനു വേണ്ടിയാ മക്കളെ പഠിപ്പിക്കേണ്ടത്, അതിനു വേണ്ടിയാ ജീവിക്കേണ്ടത്. എന്നാലും പ്രിയപ്പെട്ടവര്, ആരും കരഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ പള്ളി കരയുന്ന, ആരും കരഞ്ഞില്ലെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ കരയുന്ന, ആരും കരഞ്ഞില്ലെങ്കിലും ആകാശവും ഭൂമിയും മൃഗങ്ങളും സസ്യങ്ങളും കരഞ്ഞു പോകുന്ന ഒരു മരണം നമുക്ക് വേണം. അതല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ പറയാത്തെന്താ? അതല്ലാഹു നമുക്ക് തരട്ടെ. ഭാര്യയും മക്കളും ഉമ്മയും ഉപ്പയൊന്നും കരഞ്ഞില്ലെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ ആകാശം കരയാന്ന് പറഞ്ഞാൽ അങ്ങനെ മഴ പൊട്ടിക്കരഞ്ഞിങ്ങനെ പെയ്യണമെന്നൊന്നുമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ചില വ്യക്തികൾ മരിക്കുമ്പോൾ ആകാശത്തിന് സങ്കടം ഉണ്ടാവും. കാരണം എന്താ? ആകാശ ലോകത്ത് നിന്ന് മാലാഖമാർ ഇവരുടെ നന്മകൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, സഹിക്കാൻ പറ്റൂല. ചില വ്യക്തികൾ മരിക്കുമ്പോൾ പള്ളിയും മുസല്ലയും സ്ഥാപനങ്ങളും ഒക്കെ കരയും. പാറപ്പുറത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണങ്ങിയ രക്തത്തുള്ളികൾ ഇങ്ങനെ പാറപ്പുറത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. വല്ലദീ അസ്വാബക, എന്തേ നിനക്ക് സംഭവിച്ചു പോയെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, നബിയേ ദഖല അലാ ഖൗഫി ജഹന്നമ, ഞാൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോ നരകത്തിന്റെ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയി. നരകത്തിന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ, അതിന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയി. ഫൻഷഖ ഖൽബി, എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു നബിയേ. വലഹമി, എന്റെ മാംസം ഉരുകിപ്പോകുന്നു. വജൽദി, എന്റെ തോല് പോലും മുറിഞ്ഞു പോകുന്നു നബിയേ. ചെറിയൊരു ഭയമായിരുന്നില്ല, ചെറിയ ഒരു ചിന്തയായിരുന്നില്ല നബിയേ. എന്റെ ഹൃദയം പൊട്ടുകയാണ് നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് നസീഹത്ത് കൊടുക്കുമ്പോ അവരോട് പറയുന്നു, ഖാഫ മിന്നാർ, ആ മനുഷ്യൻ നരകത്തെക്കുറിച്ച് ഭയന്നിട്ട് വൻഷഖ ഖൽബുഹു, ആ മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോയെങ്കിൽ വകൈഫ ഹാലു മൻ ദഖലഹാ, ആ നരകത്തിൽ കടക്കുന്നവന്റെ അവസ്ഥ എന്താ? ആ നരകത്തിൽ എറിയപ്പെടുന്നവന്റെ അവസ്ഥ എന്താ? ഒരാൾ നരകത്തിലാകാൻ സാധ്യതയുള്ളപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ, പെണ്ണേ നിന്റെ ജീവിത രീതിയുടെ രൂപഭാവങ്ങൾ വെച്ചിട്ട് നിനക്ക് നരകമാണെങ്കിൽ, ചെറുപ്പക്കാരാ, നൗഷാദ് വാക്കവിയല്ല ഏത് വാക്കവി വന്നാലും എന്റെ മനസ്സിലേക്ക് പ്രവർത്തമാനത്തിന്റെ നസീഹത്തുകൾ ഏതൊക്കെ പാട്ടിലൂടെ ബൈത്തിലൂടെ ഒഴുക്കി വിട്ടാലും ഞാൻ കുലുങ്ങൂല്ല. അതേ ഓമശ്ശേരിയിലെയും അതുപോലെ മുക്കത്തെയും അതുപോലെ ഈ മനോഹരമായ കരീറ്റിപ്പറമ്പിന്റെയും പാറ കുലുങ്ങിയാലും ഞാൻ കുലുങ്ങൂല്ല. കൂട്ടുകാരനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉസ്താദുമാരെ വാക്കിന്റെ പിന്നാലെ പോകല്ലേ, നിരീശ്വരവാദത്തിന്റെ ഇഞ്ചക്ട് കുത്തിവെച്ചിട്ട് പ്രിയമുള്ളവരെ ദുനിയാവിന്റെ ലഹരി തേടി പോകുന്നവരായി അതപ്പതിക്കുമ്പോ ഇതൊന്നും അവർക്കൊരു വിഷയമല്ലാണ്ടാവുകയാണ്. അങ്ങനെ നരകത്തിലേക്കായി മരിക്കാൻ പോകുമ്പോ നിസ്കാരം തോന്നിയതുപോലെ നഷ്ടപ്പെടുത്തുക, ഇബാദത്ത് തോന്നിയതുപോലെ ഇല്ലാണ്ടാക്കുക, എന്നിട്ട് അങ്ങനെ ജീവിച്ചു സുഖിച്ച് രസിച്ച് രമിച്ചു മരണപ്പെടുന്നവർ അവര് നരകത്തിലായി മരിക്കുന്നവരാണെങ്കിൽ അവരെ കുളിപ്പിക്കാനൊടിക്കുന്ന നാട്ടിലെ കരീറ്റിപ്പറമ്പിലെ വെള്ളത്തിന് പോലും നമ്മൾ അറിയാതെ നരകത്തിന്റെ ചൂടുണ്ടാകുമെന്നാ. അവരെ പൊതിയാൻ എടുത്തു വെക്കുന്ന നാട്ടിലെ കരീറ്റിപ്പറമ്പിലെ കടയിൽ നിന്ന് വാങ്ങിയ കഫം പുടവ മക്കള് വാങ്ങിക്കൊണ്ട് വന്ന പുടവയ്ക്കകത്ത് വാപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് വെക്കുമ്പോ ആ തുണി പൊതിയുമ്പോ
നരകത്തിന്റെ ചൂട് നമ്മളറിയാതെ ആ മയ്യത്ത് അനുഭവിക്കുമെന്നാണ്. ഖബറിലേക്ക് എത്തണ്ട, ആ ഖബറിന്റെ അകത്തേക്ക് ഇറക്കണ്ട, സന്തൂക്കിലേക്ക് എടുത്തു വെക്കണ്ട, അതിനു മുമ്പ് തന്നെ നരകത്തിന്റെ കനൽക്കട്ടയുടെ ശക്തിയുക്തമായ ചൂടിന്റെ ആധിക്യം കൊണ്ട് മയ്യത്ത് കരയാ തുടങ്ങുമെന്നാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഖബർ യാത്ര വേണം പടച്ചോരെ. അതിനാണ് ഞങ്ങൾ ഈ ത്യാഗം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആനന്ദമുള്ള ഒരു യാത്ര വേണം റബ്ബേ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഹൂർലിങ്ങൾ ഇറങ്ങി വന്നതുപോലെ ഒരു മരണം ഞങ്ങൾക്ക് കൊതിക്കാൻ കഴിയില്ല റബ്ബേ. ഞങ്ങൾ അത്ര ഈമാനുള്ളവരല്ല. സുന്ദരിയായ പെൺകുട്ടി മണവാട്ടിയെ ജീവിതത്തിൽ പെണ്ണ് കെട്ടില്ല എന്ന് കരുതിയിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന് അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം അറേബ്യയിലെ തന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടുമ്പോ ആ സുന്ദരിയായ പെൺകുട്ടിയുമായി കല്യാണം ഉറപ്പിച്ച സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധത്തിന് ആഹ്വാനം കൊടുത്തത് കേൾക്കുമ്പോ ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് മുഴുവനും പുല്ലുവില കൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചറിയാതെ മുഖം മൂടി വാങ്ങി പരിച വാങ്ങി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ സഅദ് റളിയല്ലാഹു അൻഹു അവസാനം കഷണങ്ങളായി തെറിച്ച് യുദ്ധത്തിന്റെ രണാങ്കണത്തിന് വീണ് കിടക്കുമ്പോ തലവേദന വരുമ്പോ നിസ്കാരം മറക്കുന്ന ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി നേരം പുലരുവോളം ഉറക്കവിടുന്നിട്ടു ഇശാ നിസ്കാരം മറന്നുപോയ ചെറുപ്പക്കാരാ, മൈലാഞ്ചി കല്യാണത്തിന്റെയും മഞ്ഞ കല്യാണത്തിന്റെയും പേര് പറഞ്ഞ് പണം മുഴുവനും പൊടിപ്പിച്ചിട്ട് നിസ്കാരങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് ആഹ്ലാദ തിമിർപ്പിന്റെ കൂരമ്പ് കൊണ്ട് ഈമാനിനെ തകർത്തെറിഞ്ഞ പെണ്ണേ, നീ മരണപ്പെടുന്ന സമയത്ത് നിന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഒഴിക്കുന്ന വെള്ളത്തിന് പോലും നരകത്തിന്റെ ശക്തിയുള്ള ചൂടാ. നിന്നെ പൊതിയുന്ന തുണിക്കുപോലെ നരകത്തിന്റെ ചൂടാ മോളെ. അങ്ങനെ മരിക്കണോ പെങ്ങളെ, അങ്ങനെ മരിക്കണോ മോളെ, അങ്ങനെ മരിക്കണോ ചെറുപ്പക്കാരാ. നിന്റെ കൂടെ ഇരുന്ന ചെറുപ്പക്കാരും എവിടെ? നിന്റെ പ്രായമെത്തുന്നതിന് മുമ്പ് 18, 20, 25 വയസ്സായ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങള് കരീറ്റിപ്പറമ്പിന്റെയും ഈങ്ങാപ്പുഴയുടെയും ഓമശ്ശേരിയുടെയും പരിസരങ്ങള് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്നടക്കിയില്ലേ? അത് വാഹനാപകടത്തിലാകാ, അത് പാമ്പ് കടിയേറ്റിട്ടാകാ, അത് നെഞ്ചുവേദന വന്നിട്ടാകാ, അത് കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ടാവാ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ കൊണ്ടാണ്. ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് ബഹുമാനനായ സമസ്തയുടെ അബ്ദുൽ ജബ്ബാർ ഹാജി എന്ന പ്രിയപ്പെട്ട സഹോദരന് ഈ അടുത്ത സമയത്ത് മലബാറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ അബ്ദുൽ ജബ്ബാർ ഹാജി എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഒരു ഡയാലിസിസ് സെന്ററിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. പാണക്കാട് സാദാത്യങ്ങളെ കൊണ്ടുവന്നവിടെ ദുആ ചെയ്യിപ്പിക്കുന്നവരാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ സ്നേഹസാഗരം എന്ന് പറയുന്ന ആതുരാലയത്തിലൂടെ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവരല്ലേ? തളർന്നു കിടക്കുന്നവരുടെ മലവും മൂത്രവും പോലും കോരിക്കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ഡയാലിസിസ് സെന്ററിലേക്ക് നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ സഹോദരനോട് വെറുതെ ചോദിച്ചു, അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം എത്രയാണ്? 18 വയസ്സെന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, കേവലം 18 വയസ്സുള്ള സഹോദരന് ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്യുന്നുണ്ടത്രേ അവിടുത്തെ ഡയാലിസിസ് സെന്ററില്. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹു ആ സഹോദരൻ ആ രോഗം കൊടുത്തത് ഒരുപക്ഷെ കള്ളു കുടിച്ചത് കൊണ്ടാവില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാവില്ല, ഭക്ഷണത്തിന്റെ നിയന്ത്രണം ശ്രദ്ധിക്കാത്തത് കൊണ്ടാകില്ല. അതൊക്കെ കാരണങ്ങളായി ചിലപ്പോ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാര് പറഞ്ഞിരിക്കാം. പക്ഷെ ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ആ രോഗം കൊടുക്കുമ്പോ ആ ഉമ്മയും ഉപ്പയും കണ്ണീരിലാകുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്കതിന്റെ ഫീൽ വരാത്തത്, സങ്കടം വരാത്തത് ആ 18കാരൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. എന്റെ അനുജനല്ല, എന്റെ മകനല്ല, എന്റെ ജ്യേഷ്ഠനല്ല, എന്റെ ഭർത്താവല്ല, എന്റെ ആങ്ങളയല്ല, എന്റെ എളാപ്പയുടെ മകനല്ല, എവിടെയോ ഉള്ള മലബാറിലെ സഹോദരനല്ലേ. അതുകൊണ്ട് അത്ര സങ്കടം വരേണ്ട കാര്യമില്ല. എന്നാലത് നിങ്ങൾക്കാണെങ്കിലോ, നിങ്ങളുടെ അനുജനാണെങ്കിലോ, നിങ്ങളുടെ മകനാണെങ്കിലോ, പെങ്ങളെ, നിന്റെ എല്ലാമായ പ്രിയപ്പെട്ട ഭർത്താവിനാണെങ്കിലോ ജീവിതത്തിൽ പിന്നെ ഒരു നാണയത്തുട്ടിന്റെ ജോലി ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ല. നാളിതുവരെ ഈ ഊറ്റിയെടുത്ത പണത്തിന്റെ സമ്പാദ്യമല്ലാതെ
ഇനി ഒരു നാണയത്തൊട്ട് പെണ്ണേ, ഡയാലിസ് ചെയ്യുന്ന ഭർത്താവിനെ കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ കഴിയില്ല. പതിയെ പതിയെ അകന്നു തുടങ്ങുമല്ലോ. ആഴ്ചയിൽ 4 പ്രാവശ്യം ഈ മനുഷ്യനെ ചുമന്ന് ഡയാലിസിന് പോണമല്ലോ. ഭാര്യ മടുത്തു തുടങ്ങും, കുടുംബക്കാര് വെറുത്തു തുടങ്ങും.